വണ്ടിയെത്തി കൂട്ടി പിടിച്ചെടുത്തോളും എല്ലാം ചെയ്യും. കുറെ ആളുകൊണ്ടേ ക്ഷമിച്ച് തള്ളയും സഹോദരങ്ങളും എല്ലാം ചെയ്യും. സഹോദരിയാണ് ആഹാരം കൊടുക്കണം. എനിക്ക് ഭാവിക്കാനൊന്നും വയ്യ. ഇതേപോലെ ഇവിടെ ഞങ്ങൾ നിത്യാവധിയല്ല. എൻ്റെ അമ്മ എൻ്റെ അച്ഛനെ എവിടെയെങ്കിലും ആണ് പോയി കിടക്കുന്നത്. 3 വീടുണ്ട്, അതിലൊന്നും കിടക്കില്ല. നാട്ടുകാരുടെ വീട്ടിലാണ് കിടക്കുന്നത്. ഈ മകേഷ് എന്ന് പറയണ ചാച്ചി ചെന്ന് നോക്കണേ, രതീഷ് കിടക്കണമെന്ന് പറഞ്ഞു. എന്തൊരു പറ്റിയെന്ന് നോക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ചെന്ന് നോക്കിയത്. നമസ്കാരം, ഇത് ആഴൂർ പെരുങ്കുഴി കുഴിയമാണ്. ഇവിടെ ഇന്നലെ 2 സഹോദരന്മാർ തമ്മിൽ മദ്യപിച്ചതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടായി. തുടർന്ന് ചേട്ടൻ മഹേഷ് അനിയൻ രതീഷിനെ വെട്ടിക്കൊന്നു. വളരെ ദാരുണമായ സംഭവമാണ്. നാടിനെ നടുക്കിയ സംഭവം കൂടിയാണ് ഇന്നലെ ഇവിടെ നടന്നത്. കല്യാണം കഴിച്ചായിരുന്നോ? എത്ര വയസ്സുണ്ട് രതീഷിന്? മഹേഷിനോ? 41 വയസ്സാവും. മെഡിക്കൽ കോളേജിൽ ഒരാളിനപ്പുറത്താക്കി എന്നും ചാരായവും ആളുകളെ വിളിക്കുമ്പോ അവിടെ പോവും. അപ്പൊ ഇവിടെ ഈ ഏരിയ മൊത്തവും കഞ്ചാവേ ഉണ്ട്. അപ്പൊ അവരതൊക്കെ ഉപയോഗിച്ചിട്ട് വരും. വഴക്കും ചണ്ടയും ലകളയും. കള്ളനെയും കിടക്കാൻ സമ്മതിക്കില്ല, തന്തേനെയും ഈ ഇളയെറുക്കം കിടക്കാൻ സമ്മതിക്കില്ല. എന്നും പ്രശ്നം തന്നെ, എന്നും പ്രശ്നം. ഞാൻ അങ്ങനെ ഓടിക്കളഞ്ഞു. അമ്മയുടെ മകനാണോ? എന്റെ മകൻ രതീഷ്. രണ്ടുപേരും എന്റെ മകൻ തന്നെ. ഇന്നലെ എന്താ സംഭവിച്ചത്? ഇന്നലെ ഇത് തന്നെ വഴക്കുകൾ കൂടി പിന്നെ എന്തരാണെന്ന് അറിഞ്ഞില്ല. തമ്മിൽ കൂടിയോ? എന്നെ എന്റെ ഭർത്താവിനെയും പള്ളു വിളിച്ചിട്ട് ആ സീറ്റില് കമ്പി എടുത്തോണ്ടിട്ട് അടിച്ചിട്ട് പിന്നെ അപ്പൊ എന്റെ ഭർത്താവ് ഇറങ്ങിയപ്പോ ഞാൻ പറഞ്ഞു ഇറങ്ങണ്ട, നമുക്ക് നാളെ കൊണ്ടുവന്ന് ക്യാസ് കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ മകേഷ് ഓടിക്കൊണ്ടുവന്ന് പറഞ്ഞു, ചാച്ചി ചെന്ന് നോക്കണ്ടേ, രതീഷ് ഇതോ അവിടെ വീണ് കിടക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓടിച്ചെന്നപ്പോ രക്തത്തിൽ കുളിച്ച് കിടക്കണം. എൻ്റെ വിചാരം ഇവൻ കമ്പി എടുത്ത് വെച്ച് അടിച്ചിട്ട് തിരിഞ്ഞ സമയം അങ്ങനെ റോട്ടിലങ്ങനെ വീണ് മുറിഞ്ഞായിരിക്കുമെന്ന്. പിന്നീട് ഞാൻ നോക്കണം, ഇങ്ങനെ കമന്ന് കിടക്കണം. ഞാൻ ഇങ്ങനെ തിരിച്ചു നോക്കിയപ്പോഴാണ് കണ്ടത് ഇവിടുന്ന് രക്തം ഒലിച്ചോണ്ടിരിക്കുന്നത്. മകേഷിന് ചെറുത്തയില്ല, വെള്ളം അടിച്ച് പിറ്റായാണ് ഇരുന്നത്. മകേഷ് അവന് ചെറുത്തയില്ല. നിത്യവധി എന്നെ ഇവിടെ പ്രശ്നവും കഞ്ചാവും ചാരകങ്ങളും കുടിച്ചോണ്ട് നിത്യവും പ്രശ്നം. എന്നും ഞങ്ങളെ വീട്ടിലടിയും വഴക്കും പ്രശ്നം. ഒരു ദിവസം സമാധാനമായി ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. വെച്ച ചോറ് ഉറി തന്നെ ഇരിക്കണം. ചെറ്റക്കുടത്തിയിട്ടാണ് വേവിക്കുന്നത്. ആ ചോറ് അവിടെ തന്നെ ഇരിക്കണം. ഒരു അന്നം തിന്നിട്ടില്ല. ഒരു ചായ സഹോദരി കൊടുത്തത് മാത്രം കുടിച്ചിട്ടുണ്ട്. പച്ച വെള്ളം പോലും കുടിച്ചിട്ട് രാത്രിയായപ്പോ പിറ്റായി. വണ്ടിയെത്തി കൂട്ടി പിടിച്ചെടുത്തോടും എല്ലാം ചെയ്യും. കുറെ ആളുകൊണ്ടേ ക്ഷമിച്ച് തള്ളയും സഹോദരങ്ങളും എല്ലാം ക്ഷമിക്കും. സഹോദരിയാണ് ആഹാരം കൊടുക്കണം. എനിക്ക് ഭാവിക്കാനൊന്നും വയ്യ. അപ്പൊ ഇന്നലെ തന്ത ഇരുന്നാഴി അരിയിട്ട് ഭാവിച്ച് ഈ പിള്ളേക്ക് കൊടുക്കാൻ അവിടെ വെന്തില്ലായിരുന്നു. വെക്കം കൊടുക്കാൻ നേരത്തൊന്നുമില്ല. പച്ചവെള്ളവും കുടിച്ചില്ലായിരുന്നു. അവൻ ചത്ത പ്രശ്നം ഇതേപോലെ ഇവിടെ ഞങ്ങൾ നിത്യാവധിയല്ല. എൻ്റെ അമ്മ എൻ്റെ അച്ഛനെ എവിടെയെങ്കിലും ആണ് പോയി കിടക്കുന്നത്. 3 വീടുണ്ട്, അതിലൊന്നും കിടക്കണില്ല. നാട്ടുകാരുടെ വീട്ടിലാണ് കിടക്കുന്നത്. നിത്യവധി എൻ്റെ അടിയും വഴക്കും പ്രശ്നങ്ങളും. ഇളയാളാണ് മരിച്ചത്. ഇളയാളാണ് മരിച്ചത്. ഒരു വിധത്തിൽ ഉറങ്ങൂല്ല. മിനക്കെട്ട് ലകള കളവൊക്കെ ഇരിക്കണണ്ടില്ലേ അടിച്ചു പോട്ടിട്ട് ഇളയത് കിടക്കാനൊക്കൂല. ഇതൊക്കെ കണ്ടില്ലേ? ഇവര് രണ്ടുപേരും വഴക്കും പ്രശ്നവും ഇല്ലായിരുന്നു. എന്റെ ഭർത്താവിനെയാണ് പള്ളുവിളിച്ച് ഞാൻ പറഞ്ഞു, അണ്ണൻ വഴക്ക് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, നിങ്ങളെ കളയും നാളെ കൊണ്ടുവന്ന് പെറ്റീഷൻ കൊടുക്കാന്ന് പറഞ്ഞു. വഴക്കിന് പോയില്ല. അപ്പൊ എന്റെ രണ്ടാമത്തെ ഉടപ്പറന്നാൻ വന്ന് പറഞ്ഞു, വിലക്ക് രണ്ടുപേരെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാൻ പറഞ്ഞിട്ട് അവ അങ്ങ് പോയി. തിരിച്ചവ ഒരു കമ്പി എടുത്തോണ്ട് വന്ന ജനലിൽ അടിച്ച്
അടിച്ചപ്പോൾ എൻ്റെ മാപ്പിള ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു ഇറങ്ങണ്ടെണ്ണ നാളെ കൊണ്ടുവന്ന് ക്യാസ് കൊടുക്കാം എന്ന് പറഞ്ഞ്. ഇത് മാത്രം കണ്ട് വേറെ ഒരു അടിയും ബഹളവും ഒന്നും കേട്ടില്ല. ഈ മകേഷ് വന്ന് പറയണ ചാച്ചി ചെന്ന് നോക്കടി രതീഷിതോ കിടക്കണമെന്ന് പറഞ്ഞു. എന്തൊരു പറ്റിയെന്ന് നോക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ചെന്ന് നോക്കിയത്. വീട്ടിലും കിടക്കാത്ത വീടില്ല സാറ്. ഞാൻ രാത്രി വരും ഓടിക്കും. തന്തേം മോൻ്റെ വീട്ടിൽ ഓടിക്കളയും. ഞാൻ എങ്ങോട്ടെങ്കിലും പോയി കിടക്കും. എനിക്ക് പെണ്ണായനെ കൊണ്ട് എന്നെ ആരെങ്കിലും വെച്ച് കിടക്കും. ഒരുപാട് വീട്ടിൽ കിടന്ന് ഈ രതീഷ് ഒരു ശകലവും അനുഭവിക്കില്ല. ഇതെല്ലാം ഈ ചെറുക്കൻ സഹിച്ച് ജീവിച്ച് മറ്റോ മൂത്ത എവിടെയാണ് കിടക്കുന്നത്. മഹേഷിന്റെ അർച്ചയിലും ഞങ്ങൾ ഇറക്കൂല. വഴക്കും ചണ്ടയൊന്നുമില്ല. ഞങ്ങളൊന്നും പറയൂല. രതീഷാണ്. ഇത് രതീഷോ? ഇത് രതീഷ്. ഈ മോനാണ് മരിച്ചത്. ഇതാണ് അവരുടെയൊക്കെ കുടുംബ വീട്. ഏതായാലും ഈ രതീഷ് സ്ഥിരം ഒരു പ്രശ്നക്കാരനായിരുന്നു എന്നാണ് അവിടെ അമ്മയും സഹോദരിയും ഒക്കെ പറയുന്നത്. സ്ഥിരം മദ്യപിച്ച് വന്നിട്ട് ഈ ഒരു ബഹളമൊക്കെ ഉണ്ടാക്കുമായിരുന്നു. ഇന്നലെയും അത് തന്നെയാണ് സംഭവിച്ചത്. ഇന്നലെ മദ്യപിച്ച് വന്ന് ഇവിടെ അടിക്കുകയും വാലിലൊക്കെ ചോട്ടി കുളിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു വിഷയത്തിലാണ് മഹേഷ് കയറിയേറ്റത്. മഹേഷ് കയറിയേറ്റ് ഉള്ള ആക്രമണത്തിലാണ് രതീഷിന് കഴുത്തിൽ വെട്ടേറ്റ് രതീഷ് മരണപ്പെട്ടത്. ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ എൻ്റെ വീട് അങ്ങാണ്. പക്ഷേ സംഭവം നടന്നത് ഞാൻ കണ്ടില്ല. പക്ഷേ നടന്നത് ഇപ്പോൾ എത്ര മണിയെന്നുള്ളതെന്ന് വെച്ചാൽ ഞാൻ അറിഞ്ഞപ്പോൾ 8-8:30 മണിയായി ഞാൻ അറിഞ്ഞപ്പോൾ. രതീഷ് സ്ഥിരം മദ്യപിച്ച് പ്രശ്നക്കാരനായിരുന്നല്ലേ? മദ്യപിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. മദ്യപിക്കുകയൊക്കെ ചെയ്യും. അല്ല, അമ്മയും സഹോദരി അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞത്. മദ്യപിക്കും. ഡെയിലി വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. അവരുണ്ടാക്കും. അതൊക്കെ ചെയ്യും അവൻ. എല്ലാ കന്നതിരികളും ഉണ്ട്. എല്ലാം പറയാനില്ല. എല്ലാ കന്നതിരും ഉണ്ട്. ഏതായാലും ഈ പറയുന്ന ലഹരിയുടെ അമിതമായ ഉപയോഗം അല്ലെങ്കിൽ ഒരു സമൂഹത്തെ ഒന്നടങ്കം എങ്ങനെ ബാധിക്കുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, കേട്ടത്. ഇവിടെ ഏരിയ മൊത്തം അങ്ങനത്തെ കുറേ വിഷയങ്ങളൊക്കെ ഉണ്ട്. കഞ്ചാവ് വിൽപ്പന ഉണ്ടെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും പോലീസിൻ്റെ ശ്രദ്ധ ഈ ഒരു പ്രദേശത്തേക്ക് അനിവാര്യമാണ്. ഇപ്പോൾ ഒരു മരണം നടന്നു. ഇനിയും മരണം ഉണ്ടാതിരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വിസ്മയ ന്യൂസിനുവേണ്ടി ക്യാമറമാൻ അനീഷ് മംഗലാപുരത്തിനൊപ്പം ശ്രീജിത്ത് മായർ സൈനിങ് ഓഫ്.